ഹായ് ഗൈസ്, ഞങ്ങളെ എവിടേക്കാ പോകുന്നറിയോ? മഴയത്ത്. ഞങ്ങള് മഴയത്ത് എവിടേക്കാ പോണ കുഞ്ഞാറ്റെ? മഴയത്ത് എവിടേക്കാ പോണ നമ്മള്? പറഞ്ഞില്ല, സർപ്രൈസ്. എന്നൊന്നും പറയാനില്ല. ഞങ്ങള് വെറുതെ കൊല്ലങ്കോട് വരെ ഒന്ന് കറങ്ങിട്ട് വരാൻ പറഞ്ഞിട്ട് പോവാണ് അല്ലേ? കൊല്ലങ്കോട് സീതാറുണ്ട്. ഇപ്പൊ നല്ല മഴയാണ്. കാണിച്ചു തരാട്ടാ, കാണിച്ചു കൊടുക്ക്. സ്റ്റോപ്പ്. ചാനലിന്റെ പേരെന്താണ്? നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? പുതിയ ചാനലിന്റെ പേരാണ് ചാനലിന്റെ പേരറിയാതെ ബ്ലോഗ് എന്ത് കുഞ്ഞാറ്റേ? ഫാമിലി അല്ല മോളെ, ചാനലിന്റെ പേര് പോലും അറിയാണ്ടാണ് ഇപ്പൊ നമ്മള്. അതല്ല, ഇതൊരു പുതിയ ചാനൽ ഞങ്ങൾ തുടങ്ങിയത്. അതായത് ഓൺ വോയിസ് മാത്രം ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഓൺ വോയിസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങള് മറ്റേതിലൊക്കെ പറഞ്ഞ ഈ ഇതില്ലേ, ഏതാ ടിക്ടോക്ക് പോലെ, അത് കോമഡി മാത്രം. കോമഡി ഇത് പറയാനൊന്നുമില്ല, അത് കോമഡി വല്ലതും ഇങ്ങനെ വെറുതെ കാണിച്ചു വിടും. അപ്പൊ ഞങ്ങള് ഓൺ വോയിസ് ചെയ്ത് നോക്കാന്നൊരു അല്ലേ ഒരു ഐഡിയ വന്നപ്പോ ഞങ്ങള് സെക്കൻഡ് ചാനൽ തുടങ്ങിയാണ്. അല്ല, അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾ ഇങ്ങനെ ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇടും. പക്ഷെ ഞങ്ങളുടെ ഒരു ആഗ്രഹം ഇല്ല എന്നുള്ള ഒരു പ്രതീക്ഷ. അങ്ങനെ തുടങ്ങുകയാണ്. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കരകയറ്റി വിടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് വെറുതെ എന്തെങ്കിലും ഒരു കോപ്പറേറ്റ് കാണിച്ചു പോകുന്ന പറയും. ഇതിപ്പോ നെന്മാറ എത്താനായിട്ട് ഞങ്ങളുടെ നെന്മാറ വല്ലെങ്കിൽ വേലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ. ഞങ്ങൾ നെന്മാറക്കാരാട്ടോ. ചാനലിന്റെ പേര് ഇപ്പോഴും പറഞ്ഞില്ല. ചാനലിന്റെ പേര് KL ഫാമിലി. ഫാമിലി അല്ല. സ്വന്തമായിട്ട് ചാനലിന്റെ പേര് മറന്ന ഏക വ്യക്തി ഞാൻ. യൂട്യൂബർ ഞങ്ങള്. ഏക യൂട്യൂബർ യൂട്യൂബർ ഒന്നും അല്ലാട്ടാ. കാരണം ചെറിയ പേര് പുതിയതാണ്, ഇട്ടിട്ടൊന്നുമില്ല, ചെയ്തു വെച്ചേ ഉള്ളൂ. പക്ഷെ എനിക്ക് മറന്നതാണ് സത്യം പറഞ്ഞ. KL മല്ലൂസ് ആണ് കേട്ടാ. KL ഫാമിലി എന്നൊന്നുമല്ല, KL മല്ലൂസ്. അപ്പൊ ആ ചാനൽ ഞങ്ങള് ഓൺ വോയിസ് മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചാനല് തുടങ്ങിയിട്ടില്ല. ചാനല് തുടങ്ങുന്നുള്ളൂ. പക്ഷെ ഞങ്ങള് നെയിം ഇട്ടിട്ടില്ല. അത് കാരണമാണ് ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നത്. എന്തായിരുന്നു പെട്ടെന്ന് എന്തിടുന്ന ആലോചിച്ചപ്പോ പെട്ടെന്ന് KL മല്ലൂസ്. അങ്ങനെ നമ്മള് നെന്മാറ മുക്കെത്തിയിരിക്കണം. നെന്മാറ മുക്ക്, അത് അങ്ങനെ നമ്മള് നെന്മാറ മുക്കെത്തി ഗൈസ്. അപ്പോഴേക്കും ട്രാഫിക് ആണ്. കൊല്ലംകോട് ട്രാഫിക് ഒന്നും അല്ല, ഇതെന്ത് ട്രാഫിക്? മഴ കാരണം സത്യം പറഞ്ഞ ഇന്ന് ഞങ്ങൾ കൊട്ടിയൂര് പോവാ എന്ന് വിചാരിച്ചിരുന്നതാണ്. അതായത് കൊട്ടിയൂര് പോയിട്ട് ഞങ്ങൾ ഒരു ബ്ലോഗ് തുടങ്ങാന്ന് വിചാരിച്ചതാണ്. പക്ഷെ കൊട്ടിയൂര് വഴിക്ക് വീണു സാഷ്ടാംഗം പ്രണമിച്ച് പറഞ്ഞ പോലെ ഒന്ന് ചെറുതായിട്ട് വഴുക്കി. അപ്പൊ കാലിത്തിരി ചെറുതായിട്ട് വേദനയുണ്ട്. ഡാൻസ് കളിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. ഡാൻസ് എന്തോ എനിക്ക് ഡാൻസ് തള്ളും. അപ്പൊ അങ്ങനെ നമ്മള് നെന്മാറയിന്ന് ഇനി നമുക്ക് നേരെ പോവാം. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ എനിക്കറിയില്ലേ. വെറുതെ ഇരിക്കും. ഞാൻ വണ്ടി ഓട്ടണം ഇതും ചെയ്യണം പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അല്ല, അപ്പൊ ഞാൻ ചെയ്തു. ഇതാണ് നെന്മാറ സ്റ്റാൻഡാണ്. ഇപ്പൊ നമ്മള് സത്യം പറഞ്ഞാൽ ഇപ്പൊ എവിടെന്നാ സീതാർ കൊണ്ട് പോകുന്ന അറിയോ? കൊല്ലംകോട്. ഞങ്ങള് നെന്മാറയിൽ തന്നെയാണ്. ഞങ്ങളുടെ വീട് നെന്മാറ വക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതിപ്പോ നമ്മള് പോകുന്നത് നെന്മാറ. ഇപ്പൊ നെന്മാറ സ്ഥലം കണ്ടില്ലേ? ഇത് നെന്മാറ സ്റ്റാൻഡിൽ നിന്ന് നേരെ കൊല്ലംകോട്ട് റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതെ, കൊല്ലംകോട് എത്തുമ്പോ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങളുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ആദ്യത്തെയാണ്, പിച്ച് വെച്ച് വരുന്നുള്ളൂ. ഞങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ നിങ്ങളൊന്ന് ക്ഷമിച്ച് ഞങ്ങളെ കൂടെ നിന്ന് നിങ്ങളുടെ വീട്ടിലെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ഞങ്ങളെയും സ്നേഹിക്കണം. ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക. ഞങ്ങൾക്ക് ഇതൊന്നും വലിയ പരിചയമൊന്നും ഇല്ല അങ്ങനെ സംസാരിച്ചിട്ടൊന്നും. എനിക്ക് വീഡിയോസ് ചെയ്യുമ്പോ എനിക്ക് വോയിസ് ഒന്നും വരില്ല.
അല്ലാണ്ട് എനിക്ക് അല്ലാണ്ടൊക്കെ നല്ല പക്ഷെ സംസാരമാണ്. ഭയങ്കര സംസാര പ്രിയാണ്. പ്രിയാണ്. എന്നെയും വെച്ചൊക്കെ ഭയങ്കര, ഞാൻ അവളുടെ കൂടെ ചേർന്നിട്ടാണ് സംസാരം തന്നെ എങ്ങനെയാണ് എന്ന് ശരിക്കും ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സൈലന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവള് സൈലന്റ് ആവുള്ളൂ ചില സമയങ്ങളില്. ഞാനിപ്പോ സാഹചര്യം അതെ സാഹചര്യം പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. 2 കുട്ടികളായി, പ്രാരബ്ധമായി. സാഹചര്യം സാഹചര്യം മിണ്ടാത്ത അവസ്ഥകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ കാരണം എന്തായിരിക്കും? കാരണം ഫാമിലി ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ്. എന്ത് ഇഷ്യൂസ്? ഡൈവേഴ്സ് ചെയ്യേണ്ട വക്കിലൊക്കെ എത്തുന്നുണ്ട്. പറയണ്ടേ? ആവശ്യമില്ലാത്തതല്ല, ആവശ്യമുള്ളത് തന്നെയാണ്. ചില സമയത്തൊക്കെ നമുക്ക് അത് എല്ലാ കുടുംബത്തിലും ഉണ്ടാവില്ലേ? ഈ ബ്ലോഗ് ചെയ്യാൻ കുടുംബകാര്യം പറയുമ്പോ അല്ല ശരി 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 നമ്മള് പറഞ്ഞു വന്നപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മള് കണ്ടില്ലേ ഞങ്ങളുടെ 2 മക്കള്? ഒന്ന് പണികളാണ്. എന്റെ കുട്ടി, എന്റെ ആകെ ഒരു സുന്ദരമായ അയനപ്രകാശം. എന്റെ അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. കൂടുതലും അവൻ പപ്പ പ്രേമിയാണ്. കുഞ്ഞാറ്റ പിന്നെ മമ്മ പ്രേമിയല്ലേ. പപ്പ